വൈൽ ലൂപ്പിൽ ഫോർ ലൂപ്പ് പോലെയാണ്, അതൊരു ലൂപ്പാണ്. അതിന്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വൈൽ ഇവിടെ ഒരു കണ്ടീഷൻ നമ്മൾ കൊടുക്കും. ഫോർ ലൂപ്പിൽ കണ്ടീഷൻ അല്ല കൊടുക്കുന്നത്, ഒരു സീക്വൻസ് ആണ് കൊടുക്കുന്നത്. ആ സീക്വൻസിലെ ഓരോ എലമെന്റ്സും ആദ്യം ഫസ്റ്റ് എലമെന്റ് ആ വേരിയബിളിലേക്ക് ഇനിഷ്യലൈസ് ആവും, എന്നിട്ട് അടുത്ത ലൂപ്പിൽ സെക്കൻഡ് എലമെന്റ് ഇനിഷ്യലൈസ് ആവും. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക ഫോർ ലൂപ്പ്. പക്ഷെ വൈൽ ലൂപ്പിൽ ഇവിടെ ഒരു കണ്ടീഷൻ ആണ് കൊടുക്കേണ്ടത്. കണ്ടീഷൻ കൊടുത്തിട്ട് അത് ട്രൂ ആണെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ഒരു എൽസ് കണ്ടീഷൻ കൊടുക്കാം. അത് എൽസ് കണ്ടീഷൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. എൽസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇത് ട്രൂ അല്ലെങ്കിൽ എൽസ് കണ്ടീഷൻ വർക്ക് ആവും. അങ്ങനെയാണ് വൈൽ ലൂപ്പ്. അതിൻ്റെ ഫ്ലോ ചാർട്ടാണ് ഇവ കൊടുത്തിരിക്കുന്നത്. പ്രോഗ്രാം ഇങ്ങനെ റൺ ചെയ്ത് വരുന്നു. വൈൽ എന്ന സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ ആ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് വീണ്ടും കണ്ടീഷൻ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും വൈലിൻ്റെ ആദ്യത്തെ കണ്ടീഷൻ അത് കറക്റ്റ് ആണ്, ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ വീണ്ടും സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അത് ഫോൾസ് ആകുന്നിടം വരെ ഇതിങ്ങനെ റൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഫോൾസ് ആകുമ്പോൾ എക്സിറ്റ് പോകും, വൈൽ ലൂപ്പിന് പുറത്ത് വരും. ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ കണ്ടീഷൻ ചേഞ്ച് ആവുന്നില്ല ഇവിടെ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ആവുന്നു. സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഈ കണ്ടീഷൻ സെയിം കണ്ടീഷനാണ്. അപ്പോൾ ഈ കണ്ടീഷൻ എങ്ങനെ ഫോൾസ് ആകും? ആദ്യം ട്രൂ ആയിരുന്ന ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നു, അപ്പോൾ അത് വീണ്ടും ട്രൂ ആയിരിക്കും. അപ്പോൾ വീണ്ടും സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഈ ലൂപ്പ് ഇൻഫിനിറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അൺലെസ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്റ്റേറ്റ്മെന്റ്സിനുള്ളിൽ ഈ കണ്ടീഷൻ ഒരു വേരിയബിൾ ആയിരിക്കുമല്ലോ കൊടുക്കുന്നത്, ആ വേരിയബിൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. അപ്ഡേറ്റ് ആയില്ലെങ്കിൽ അതിനെ നമ്മൾ ഇൻക്രിമെന്റ് എന്ന് ആണ് പറയുന്നത്, അല്ലെങ്കിൽ അപ്ഡേഷൻ, വേരിയബിൾ അപ്ഡേഷൻ. ആ വേരിയബിൾ അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ്സിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ ഈ കണ്ടീഷൻ അപ്ഡേറ്റ് ആവില്ല. കണ്ടീഷൻ എപ്പോഴും ട്രൂ ആയിരിക്കും. അത് ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ ലൂപ്പിംഗ് കറങ്ങിക്കൊണ്ടിരിക്കും. നമുക്ക് പ്രോഗ്രാം എറർ കാണിക്കും. അതാണ് വൈൽ ലൂപ്പിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സിനുള്ളിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. നമ്മൾ C++ലൊക്കെ ചെയ്യുന്ന പോലെ അത് ഫോർ ലൂപ്പിന്റെ കേസിലും അവിടെ വേരിയബിൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു i ഈക്വൽ ടു 0, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, i പ്ലസ് പ്ലസ് എന്ന് കൊടുക്കുമ്പോൾ ഓരോ ലൂപ്പിലും i കൂടിക്കൊണ്ട് വരും. അതുപോലെ ഇവിടെ നമ്മളൊരു ഇൻബിൽട്ട് ആയിട്ടില്ല, നമ്മൾ സ്റ്റേറ്റ്മെന്റ്സിനുള്ളിൽ ഒരു i പ്ലസ് പ്ലസോ i മൈനസ് മൈനസോ കൊടുക്കണം. അത് i ഈക്വൽ ടു i പ്ലസ് 1ഓ i ഈക്വൽ ടു i മൈനസ് 1ഓ കൊടുത്തെങ്കിൽ മാത്രമേ ഈ കണ്ടീഷൻ എപ്പോഴെങ്കിലും ഫോൾസ് ആവുള്ളൂ. അല്ലെങ്കിൽ ഇത് ഇൻഫിനിറ്റ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ വൈലിന് ഇവിടെ ടെസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടല്ലോ, ഇവിടെ ഒരു കണ്ടീഷൻ കൊടുക്കണമല്ലോ. കണ്ടീഷന് പകരം നമുക്ക് ഒരു നമ്പർ കൊടുക്കാം. അതൊരു 1 ആണെങ്കിൽ, 1ഓ ഏതെങ്കിലും ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ അത് ട്രൂ ആയിട്ട് എടുക്കും. വൈൽ ഇവിടെ ഒരു വൈൽ 1 കോളൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും ട്രൂ ആയിരിക്കും ആ കണ്ടീഷൻ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പൈതൺ ഇന്റർപ്രറ്റ്സ് എനി നോൺ സീറോ വാല്യൂ ആസ് ട്രൂ. ഈ കണ്ടീഷൻ്റെ അവിടെ ഏതെങ്കിലും ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതെപ്പോഴും ട്രൂ ആയിട്ടായിരിക്കും എടുക്കുക. അല്ലെങ്കിൽ സീറോയോ നണ്ണെന്നോ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ വൈൽ നൺ എന്ന് NONE എന്ന് എഴുതിയിട്ട് കോളൻ ഇട്ട് കഴിഞ്ഞാൽ അത് ഫോൾസ് ആയിട്ട് എപ്പോഴും എടുക്കും. അല്ലെങ്കിൽ സീറോ കൊടുത്തു കഴിഞ്ഞാലും അത് ഫോൾസ് ആയിട്ട് എപ്പോഴും എടുക്കും. ഇപ്പോൾ ഒരു നോൺ സീറോ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ, സീറോ അല്ലാത്തൊരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ അത് ട്രൂ ആയിട്ടും അല്ലെങ്കിൽ അത് ഫോൾസ് ആയിട്ടുമാണ് എടുക്കുക പൈതൺ. ഇത്രയും കാര്യങ്ങളാണ് വൈൽ ലൂപ്പിൽ പറയാനുള്ളത്. ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഇത് ആദ്യത്തെ ഇപ്പോൾ ഒരു n കൊടുക്കുകയാണ്. 1 to n വരെ ആഡ് ചെയ്തിട്ട് സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രോഗ്രാമാണ്. അത് പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. ഇപ്പോൾ n ഈക്വൽ ടു 10 എന്ന് കൊടുക്കുന്നു. നമ്മൾ സം കണ്ടുപിടിക്കാൻ ഒരു വേരിയബിൾ വേണം. അത് ഇവിടെ ഇനിഷ്യലൈസ് ചെയ്യണം. ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒന്ന് സം ഇനിഷ്യലൈസ് ചെയ്യണം, അതെന്തായാലും ഇനിഷ്യലൈസ് ചെയ്യണം. ഇവിടെ ഉപയോഗിക്കുന്ന ഈ കണ്ടീഷനിൽ ഉപയോഗിക്കുന്ന വേരിയബിളും ഇനിഷ്യലൈസ് ചെയ്യണം. ഇവിടെ കണ്ടീഷനിൽ ഉപയോഗിക്കുന്ന വേരിയബിൾ i ആണ്. i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ആദ്യം i ഈക്വൽ ടു 1 എന്ന് എടുത്തു.
എന്നിട്ട് സം ഈക്വൽ ടു സം പ്ലസ് ഐ. സം ആദ്യം 0 ആണ്, പിന്നെ എന്നിലെ ലെസ് ദാൻ ആണെങ്കിൽ ആണ് ആദ്യം 1 ആണ്. അപ്പോൾ 1 ലെസ് ദാൻ n ആണ്, ഇവിടെ 10 ആണ്. അപ്പോൾ എന്താവും? സം ഈക്വൽ ടു സം പ്ലസ് ഐ. സം 0 ഈക്വൽ ടു സം ഈക്വൽ ടു 0 പ്ലസ് 1. അപ്പോൾ 1 എന്ന് സ്റ്റോർ ആവും. എന്നിട്ട് ഐ ഇവിടെ ഇൻക്രിമെന്റും ചെയ്യണം. ഐ ഈക്വൽ ടു ഐ പ്ലസ് 1. ഇത് രണ്ടും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ഇനിഷ്യലൈസ് ചെയ്യണം, ഐ ഇൻക്രിമെന്റും ചെയ്യണം. ഐ ഇൻക്രിമെന്റ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? എപ്പോഴും ഐ 1 ആയിട്ട് തന്നെ ഇരിക്കും. ഈ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്നുള്ള ഈ കണ്ടീഷൻ എപ്പോഴും ട്രൂ ആയിരിക്കും. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ ഈ ലൂപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കും. സമ്മ് 1 വെച്ച് എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ എറർ വരും. അപ്പോൾ വൈൽ ലൂപ്പിന്റെ ഒരു പ്രത്യേകത, ഈ കണ്ടീഷനിൽ ഉപയോഗിക്കുന്ന ഈ വേരിയബിൾ ഇവിടെ ഐ ആണ്, അത് ഇനിഷ്യലൈസ് ചെയ്യണം, അതുപോലെ അത് അപ്ഡേറ്റും ചെയ്തുകൊണ്ടിരിക്കണം. ചെയ്തില്ലെങ്കിൽ എറർ വരും. അപ്പോൾ അതാണ് വൈൽ ലൂപ്പിൽ പറയാനുള്ളത്. ഇനി വൈൽ ലൂപ്പിലും ഫോർ ലൂപ്പിലും നമുക്ക് അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കാവുന്ന 2 കമാൻഡ്സ് ആണ് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത്. അത് എന്താണെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫോറും വൈൽ ലൂപ്പും ആണ് പറഞ്ഞത്. ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്, ഫോറിൽ ഒരു സീക്വൻസിലാണ് ഐറ്ററേറ്റ് ചെയ്യുക. ഇവിടെ അങ്ങനെ ഒരു സീക്വൻസ് ഇല്ല. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, പക്ഷെ കണ്ടീഷനിൽ ഉപയോഗിക്കുന്ന വേരിയബിൾ നമ്മൾ വയലിന് പുറത്ത് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണം, വയലിന് ഉള്ളിൽ ആ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇൻഫിനിറ്റ് ടൈംസിൽ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ആവും, എന്നിട്ട് അത് എറർ ആവും. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കാം. അപ്ഡേറ്റ് ചെയ്യാത്തത് വൈൽ ഐ ലെസ് ദാൻ 10 പ്രിന്റ് ഐ. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എററാ വരുന്നത്? ഐ ഈസ് നോട്ട് ഡിഫൈൻഡ്. ഇത് ഓൾറെഡി കുറെ റണ്ണായി. ഇതിന് മുന്നിൽ ഐ ഡിഫൈൻ ചെയ്തിട്ടില്ല, അത് തന്നെ ഒരു എററാണ്. അപ്പോൾ ഐ ഈക്വൽ ടു 1 നമ്മൾ ഡിഫൈൻ ചെയ്തെന്ന് വിചാരിക്കുക. ഇനി ഇത് റൺ ചെയ്ത് നോക്കാം. ഇങ്ങനെ വരും. താഴേക്ക് 1 ഇങ്ങനെ ഇത് പ്രിന്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. താഴേക്ക് കുറെ പ്രിന്റ് ആയിട്ടുണ്ട്, അതിങ്ങനെ പ്രിന്റ് ആയിക്കൊണ്ടേ ഇരിക്കും. കണ്ടോ, ഈ കേഴ്സർ മുകളിലേക്ക് പോകുന്നുണ്ടോ? അതിനർത്ഥം ഈ 1 താഴേക്ക് പ്രിന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിൽക്കില്ല, അത് എററാണ്. കുറെ കഴിയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മെമ്മറി ഇത് ഫുൾ ആവും, എന്നിട്ട് ഇത് ക്രാഷ് ചെയ്യും. നമുക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഇതാണ് പ്രശ്നം. ഇവിടെ ഐ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതിന് പകരം ഇവിടെ ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അത് കണ്ടോ, ഇങ്ങനെ 10 തവണ അല്ലെങ്കിൽ 9 തവണ പ്രിന്റ് ആയി കഴിഞ്ഞിട്ട് നിൽക്കും. അതായത് ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 കൊടുത്തു, 9 കഴിഞ്ഞിട്ട് ഇവിടെ ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 കൊടുക്കുമ്പോൾ അത് 10 ആവും. അപ്പോൾ 10 ലെസ് ദാൻ 10 എന്ന കണ്ടീഷൻ വരും. അത് ഫോൾസ് ആവും. ഫോൾസ് ആവുമ്പോൾ വൈൽ ലൂപ്പിൽ നിന്നത് പുറത്ത് വരും. കണ്ടീഷൻ കൊടുത്തില്ലെങ്കിൽ എറർ വരും. താഴേക്ക് 1 ഇങ്ങനെ പ്രിന്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് വൈൽ ലൂപ്പിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇതാണ് മെയിൻ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം.